ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ നിർമ്മല? അത് പിന്നെ ഞങ്ങളാ മഹേന്ദ്ര, ഒന്ന് കാണാൻ വന്നതാ. ആരെ? മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോ അച്ഛനും അമ്മയെ വിട്ടു പോയില്ലേ? അതുവരെ അച്ഛന് അമ്മ വേണ്ടപ്പെട്ട ആള് തന്നെയായിരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ വർഗത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന്. മോളെ, വിഷ്ണുവിനെ കുറിച്ച് എന്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നീയെന്ന് വെച്ചാ അവന് ജീവനായിരുന്നു. അങ്ങനെ ജീവനായിട്ട് കരുതുന്നവര് ഒരു നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് സഹിക്കും അമ്മ. അപ്പോ ചങ്കില് കൂടം കൊണ്ടടിച്ചാലോ, കുത്തി മുറിവേൽപ്പിച്ചാലോ? അവസ്ഥയാ എനിക്കിപ്പോ. ജീവിക്കണോ മരിക്കണോ എന്ന് സംശയത്തോടെ നമ്മളോട് തന്നെ ചോദിക്കില്ലേ? അതാ അവസ്ഥ. പെണ്ണായി ജനിച്ച പെരുമ കേൾപ്പിക്കണോന്ന് പഴമക്കാര് പറയും. അങ്ങനെ കേൾപ്പിച്ചിട്ടുള്ളവരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ തന്നെ. അവർക്കെല്ലാം 100 കൂട്ടം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം അതിനൊരു പ്രശ്നവും തടസ്സമായിരുന്നില്ല. പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ വരും, അത് സ്വാഭാവിക. അത് മനസ്സിലാക്കി ജീവിതത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടാതെ നോക്കുക. ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും. മോളെ, നമ്മൾ എന്താണെന്നും നമ്മൾ ഏതറ്റം വരെ പോകുന്നും നമ്മളോട് അറിയാവുന്നവര് വേറെ ഇല്ലല്ലോ. എന്റെ മോള് എന്റെ മോളായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാ സങ്കടങ്ങളും മാറും, മാറ്റിത്തരും സർവേശ്വരൻ. ദയവ് ചെയ്ത് അവനിതൊന്നും അറിയരുത്. ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാണിത്. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ മകന്റെ സ്വഭാവം ഡോക്ടർക്ക് അറിയാനിട്ടാ. അവന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാൻ അവൻ തയ്യാറാവും. എന്താടാ വരുന്നില്ലേ? എന്താ അവിടെ നിന്നൊരു പരിങ്ങിക്കളി? അല്ല അപ്പം പോയാ പോരെ? ഓ, പിന്നെന്തിനാടാ നിന്നെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എനിക്ക് എസ്കോട്ട് വരാനോ? മടിച്ചു നിൽക്കാറ കൂടെ വാടാ വാടാ. ആരാ നോക്കടി? ആരാ നിർമ്മല? അത് പിന്നെ ഞങ്ങളാ മഹേന്ദ്ര, ഒന്ന് കാണാൻ വന്നതാ. ആരെ? എന്നെയോ? അല്ല, എന്റെ മോളെ. നിന്റെ മോളെ എന്റെ വീട്ടിലാണോടോ നോക്കുന്നത്? ഇവിടെ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ മോളും പിന്നെ എന്റെ മകന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു തർക്കത്തിനോ ബഹളത്തിനോ വന്നതല്ല. പിന്നെ എന്തിനാടാ? സംബന്ധം കൂടാൻ വന്നാണോ?
അതെ, സംബന്ധം കൂടാൻ തന്നെ വന്നത്. മഹേന്ദ്ര, ഞാനൊരു പാഴ്വാക്ക് പറഞ്ഞതല്ല, വ്യക്തമായി ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നല്ലെന്ന് തോന്നി. അതാ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. മോളെ മോളെ ഡേസി, മോളിങ്ങ് വന്നേ. ഇങ്ങു വാ മോളെ, ഇങ്ങു വാ മോളെ. മോളെ, നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കട്ടെ. ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ആർഭാടമായിട്ട് തന്നെ നടത്താം. എനിക്കിത് വിശ്വസിക്കാമോ യോഹന്നാനെ? അല്ല, പറയുന്നത് നീ ആയതുകൊണ്ട്. എന്റെ പൊന്നു മഹേന്ദ്ര, 100% വിശ്വസിക്കാം. നമുക്ക് വേണ്ടിയല്ലേ മഹേന്ദ്ര നമ്മൾ ഇതുവരെ ജീവിച്ചത്. ഇനിയും മക്കൾക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു നോക്കട്ടെ. സ്നേഹിക്കാൻ അപ്പൻ അറിയില്ലെന്ന എന്റെ പൊന്നുമോള് എനിക്ക് ചാർത്തി തന്നിരിക്കുന്ന പട്ടം. എനിക്ക് ചിരിക്കാൻ അറിയാൻ പാടില്ലെന്ന് ഇവിടെ അമ്മയുടെ കണ്ടുപിടുത്തം. എനിക്ക് സ്നേഹിക്കാനും ചിരിക്കാനും ഒക്കെ അറിയാമെന്ന് ഞാനും ഒന്ന് തെളിയിക്കട്ടടാ. ഓളെ ഡെയ്സി, അപ്പനെ പരിചയമുള്ളവർ പറയും അപ്പനിത് അഭിനയിക്കുകയാണെന്ന്. കാരണം യോഹന്നാന്റെ ഇങ്ങനെയുള്ളൊരു മുഖം ആരും കണ്ടിട്ടില്ലല്ലോ. ശിവനെ കൊണ്ട് കെട്ടിക്കാൻ 100 വട്ടം സമ്മതമാകുന്ന മനസ്സുമായിട്ടാണ് അപ്പൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എനിക്കിപ്പോഴാ മനസ്സിലായത്. മഹേന്ദ്ര, പഴയതെല്ലാം മറന്ന് നമുക്കത് നാട്ടുകാരെ എല്ലാം വിളിച്ച് ഗംഭീരമായിട്ട് നടത്തണം. ഈ കര അറിയുന്ന ഒരു കല്യാണം, ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുതയും അതോടെ അങ്ങ് അവസാനിക്കട്ടെ. ജാതിയും മതവും നോക്കാതെ നമ്മൾ ഒരുമിച്ച് ബിസിനസ് നടത്തിയത് നീ ഇപ്പോഴും ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോഴാ നിന്നിലുണ്ടായ മാറ്റത്തിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്.